Welcome to your YouTube channel. This is Vimal Kalat from Moto. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു 4000 to 5000 റേഞ്ചിൽ നമുക്ക് എത്ര മോഡൽസ് മാർക്കറ്റിൽ നോർമലി അവൈലബിൾ ആണ്. പ്രീമിയം സെഗ്മെന്റ് സ്റ്റാർട്ടിംഗ് തന്നെ ബഡ്ജറ്റ് ഹെൽമെറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ബ്രാൻഡ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്കിതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു 5 ബ്രാൻഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ആ ബ്രാൻഡ്സ് ഏതൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. ഒന്ന് വരുന്നത് SMK സ്റ്റഡ്സിൻ്റെ തന്നെ അവരുടെ അണ്ടറിൽ വരുന്നൊരു ബ്രാൻഡാണ്. ഇന്ത്യയിൽ അവരാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെ ഒരു മോഡൽ വരുന്നത് NHK എന്ന് പറഞ്ഞ ബ്രാൻഡ്, ഇന്തോനേഷ്യൻ ബ്രാൻഡാണ്. അത് നമ്മൾ അതിൻ്റെ വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ബ്രാൻഡ് ആക്സിസ്, സ്പാർട്ടൻ പ്രോയിൻ്റെ അണ്ടറിൽ വരുന്ന ആക്സിസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നെക്സ്റ്റ് ബ്രാൻഡ് വരുന്നത്. പിന്നെ ഉള്ളത് നമ്മളിപ്പോൾ ഈ അടുത്ത് ലോഞ്ചായ റൈഡെക്സ് എന്ന് പറഞ്ഞ പുതിയ ബ്രാൻഡ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ LS2, നമുക്ക് നേരത്തെ തൊട്ടേ മാർക്കറ്റിൽ വന്നിരുന്ന ഒരു ബ്രാൻഡാണ് LS2. ഇത്രയും ബ്രാൻഡ്സും ഇതിൻ്റെ ഫീച്ചേഴ്സും ഇത് ജസ്റ്റ് ഒരു കമ്പാരിസണാണ് പെട്ടെന്നായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ 4000 to 5000 റേഞ്ചിലുള്ള ഒരു 5 മോഡൽസ് നമുക്ക് ഇരിക്കുന്നത്. അതിനകത്ത് നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് തൊട്ട് ലാസ്റ്റ് റേഞ്ച് വരെയുള്ളത് നോക്കാം. 5000 റേഞ്ച് വരെയുള്ള നോക്കാം. അതിൽ സ്റ്റാർട്ടിംഗ് വരുന്ന 4200 മോഡലാണ്. ആക്സിസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത് നമുക്ക് ആക്സിസ് എന്ന് പറഞ്ഞ മോഡൽ ഇതാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറയാനായിട്ട് ബേസിക്കലി ഫസ്റ്റ് തന്നെ പറയുമ്പോൾ നമുക്ക് സർട്ടിഫിക്കേഷൻ വരുന്ന .EC സർട്ടിഫൈഡ് ആണ് ഹെൽമെറ്റ് വരുന്നത്. നമുക്കിതിൻ്റെ വെയിറ്റ് വരാൻ നേരത്ത് 1500 grams, 1500 ഗ്രാമാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ നമുക്ക് വേറൊരു കസ്റ്റമേഴ്സിനുള്ള കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റ് വളരെ കുറവുള്ളതെന്ന് പറയാം. പക്ഷേ നമുക്ക് ഏത് ഇമ്പോർട്ടൻറ്റ് ഹെൽമെറ്റ് ആണെങ്കിലും അത് ഏത് ബ്രാൻഡാണെങ്കിലും ഏത് ഇമ്പോർട്ടൻറ്റ് ഹെൽമെറ്റ് ആണെങ്കിലും നമുക്ക് മിനിമം 1350 to 1650 grams അല്ലെങ്കിൽ 1600 grams ആണ് ആവറേജ് വെയിറ്റ് കാറ്റഗറി വരുന്നത്. ഇതിനുള്ളിൽ എങ്ങനെ വന്നാലും ഹെൽമെറ്റ്സിന് ആ ഒരു വെയിറ്റ് ആയിരിക്കും തന്നെ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കാർബൺ ഫൈബർ ഹെൽമെറ്റ്സ് എടുക്കണം, കാർബൺ ഷെൽ എടുക്കണം. അത് വരുമ്പോഴത്തേക്കും വെയിറ്റ് തന്നെ വരുന്നത് ആ ഒരു റേഞ്ചിൽ വരുമ്പോൾ തന്നെ നമുക്ക് വെയിറ്റ് വരുന്നത് 1200 grams അല്ലെങ്കിൽ 1150 grams വരുള്ളൂ. 150 grams 200 grams ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ അത് കമ്പാരിറ്റീവ്ലി കാർബൺ ഹെൽമെറ്റ്സ് ഇത്തിരി കോസ്റ്റ്ലിയാണ്. ഒരു 15+ അല്ലെങ്കിൽ 18+ ആണ് കോസ്റ്റിംഗ് വരുന്നത് ആ മോഡൽസിനൊക്കെ. അപ്പോൾ എന്തായാലും വെയിറ്റ് നമുക്ക് 1350 തൊട്ടിട്ട് 1650 1600 ഗ്രാമാണ് ആവറേജ് വെയിറ്റ്. അത് ഏത് ബ്രാൻഡിൽ നോക്കിയാലും ആവറേജ് വെയിറ്റ് കാറ്റഗറി വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അടുത്ത ഫീച്ചർ നമുക്ക് ജസ്റ്റ് പറയാം. വൈസർ ഇൻബിൽഡ് നമുക്ക് പ്ലെയിൻ വൈസർ ആയിരിക്കും. സെപ്പറേറ്റ് നമുക്ക് വൈസർ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻബിൽഡ് നമുക്ക് പിൻ ലോക്ക് അവൈലബിൾ ആണ്. ആൻറ്റി ഫോഗ് സെപ്പറേറ്റ് സെറ്റ് ചെയ്യാം. പിൻ ലോക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഷേപ്പ് നോക്കാൻ അത്യാവശ്യം പോയിൻ്റ് ഷെല്ലാണ്, ഒതുങ്ങിയ ഹെൽമെറ്റാണ് നമുക്കിത്. പിന്നെ വൈസർ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ലോക്കിങ്ങിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലോക്ക് ക്ലിപ്പ് ലോക്കാണ്, മറ്റേ ഡബിൾ ഡീറിംഗ് അല്ല, ക്ലിപ്പ് ലോക്കാണ് വരുന്നത്. പിന്നെ കുഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള കുഷ്യൻസ് ഒക്കെ തന്നെയാണ്. നമുക്കത് റിമൂവബിൾ ആൻഡ് വാഷബിൾ ആണ്. അഴിച്ച് ക്ലീൻ ചെയ്യാനും പറ്റും നമുക്ക്, അതിന് പ്രോബ്ലംസ് ഒന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ബേസിക്കലിയുള്ള പെട്ടെന്നുള്ള ഫീച്ചേഴ്സ് പറയുമ്പോൾ ഉള്ളത്. അത്യാവശ്യം നല്ല മാർക്കറ്റിൽ ഈ പ്രൈസ് റേഞ്ചിൽ നല്ല മൂവ്മെൻ്റ് ഉള്ളൊരു മോഡലാണ്. ഇനി നമ്മൾ നോക്കാൻ നേരത്ത് അതിൻ്റെ തന്നെ തൊട്ട് പൊക്കത്തെ പ്രൈസ് റേഞ്ചിൽ അതിൻ്റെ നേരെ പൊക്കത്ത് വരുന്ന 4300 SMK ട്വിസ്റ്റർ എന്ന് പറഞ്ഞ സീരീസാണ് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ആ മോഡൽ വരുന്നത്. ട്വിസ്റ്റർ എന്ന് പറഞ്ഞ സീരീസ് ഇതാണ് വരുന്നത്. ഇതിൻ്റെ നമുക്ക് പെട്ടെന്ന് ഫീച്ചേഴ്സ് പറയാൻ നേരത്ത് നമുക്ക് സർട്ടിഫിക്കേഷൻ EC സർട്ടിഫൈഡ് ആണ്, യൂറോപ്യൻ സർട്ടിഫിക്കേഷൻ ആണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വരാൻ നേരത്ത് 1550 grams ആണ് ഹെൽമെറ്റിൻ്റെ വെയിറ്റ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് 4300. പിന്നെ ഇതിൻ്റെ വൈസർ വരുമ്പോഴത്തേക്കും നമുക്ക് പ്ലെയിൻ വൈസറാണ് ഇൻബിൽഡ് ഉള്ളത്. പക്ഷേ നമുക്ക് ആൻറ്റി ഫോഗ് ഹെൽമെറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ആൻറ്റി ഫോഗ് നമുക്ക് ഇൻബിൽഡ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. ഈ പ്രൈസ് റേഞ്ച് തന്നെ ആൻറ്റി ഫോഗ് നമുക്ക് വൈസറിൽ തന്നെ ഉണ്ടാവും ഹെൽമെറ്റ് പുതിയത് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ. പിന്നെ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ വരുന്ന ഇന്നർ വൈസർ വരുന്നുണ്ട്. ഈ മോഡൽ നമുക്ക് എക്സ്ട്രാ ഇന്നർ വൈസർ വരുന്നുണ്ട്, ബ്ലാക്ക് ഇന്നർ വൈസർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് സെറ്റ് ചെയ്യാൻ ഇൻബിൽഡ് അതിനകത്ത് തന്നെ ഈ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ തന്നെ അതിനുള്ള സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് സെറ്റ് നമുക്ക് സെപ്പറേറ്റ് ഇൻ്റർകോംസോ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് നമുക്ക് ഇൻബിൽഡായിട്ട് സെപ്പറേറ്റ് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ വൈസേഴ്സ് ആണെങ്കിൽ നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ്. മിക്സഡ് ഇറിഡിയം, സിൽവർ ഇറിഡിയം, ബ്ലാക്ക്, ഇങ്ങനെ 3 കളേഴ്സ് വൈസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് എക്സ്ട്രാ ആയിട്ട്. പിന്നെ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ക്ലിപ്പ് ലോക്കാണ്, ഡബിൾ ഡീറിംഗ് അല്ല, നോർമൽ ക്ലിപ്പ് ലോക്സ് ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് മോഡൽ വരുന്നതാണ് അതിൻ്റെ തന്നെ നെക്സ്റ്റ് പ്രൈസ് റേഞ്ച് വരുന്നത് 4590 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. റൈഡെക്സ് എന്ന ബ്രാൻഡാണ്. അതിൻ്റെ ജസ്റ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇത് വരുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇത്തിരി ഒതുങ്ങിയ ഹെൽമെറ്റാണ്, ഭയങ്കര ബിഗ് ഷെല്ലല്ല, ഒതുങ്ങിയ ഹെൽമെറ്റാണ്. വൈസേഴ്സ് നമുക്ക് ഇൻബിൽഡ് വാങ്ങുമ്പോൾ പ്ലെയിൻ വൈസർ ആയിരിക്കും, കളർ വൈസേഴ്സ് ആയിരിക്കില്ല, പ്ലെയിൻ വൈസർ ആയിരിക്കും. പിന്നെ പിൻ ലോക്ക് ഉണ്ടാവും, ആൻറ്റി ഫോഗ് ഉണ്ടാവില്ല. ആൻറ്റി ഫോഗ് നമുക്ക് സെപ്പറേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. ആൻറ്റി ഫോഗിൻ്റെ കോസ്റ്റ് 899 ആണ്, അത് നമുക്ക് സെപ്പറേറ്റ് ഫിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഹെൽമെറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് അവരുടെ റൈഡെക്സിൻ്റെ ഒരു ഫുൾ മാസ്ക് ഫ്രീ ആയിരിക്കും. ഹെൽമെറ്റിൻ്റെ അപ്പോൾ ഒരു ഫുൾ മാസ്ക് ഫ്രീ കിട്ടും. പിന്നെ ഇതിൽ വരാനായിട്ട് ബാക്കിൽ നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന സ്പോയിലർ നമുക്ക് ഇതിൻ്റെ മോഡൽ പുറകിൽ വരുന്നുണ്ട്. ബാക്കിൽ ഒരു നല്ല ഡിസൈനിലൊരു സ്പോയിലർ വരുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ടൈപ്പിൽ. പിന്നെ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ വരുന്നത് .സർട്ടിഫൈഡ് ആണ്. ഹെൽമെറ്റ് സർട്ടിഫിക്കേഷൻ .സർട്ടിഫൈഡ് ആണ് ഹെൽമെറ്റ് വരുന്നത്. പിന്നെ വൈസേഴ്സ് നമുക്ക് ഇതിന് കളർ വൈസേഴ്സ് അവൈലബിൾ ആണ്. ഈ പറഞ്ഞ 3 കളേഴ്സ് അവൈലബിൾ ആണ് വൈസേഴ്സിൽ. പിന്നെ വൈസേഴ്സ് ആണെങ്കിലും നമുക്ക് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്, 95% UV പ്രൊട്ടക്ഷനുള്ള വൈസേഴ്സാണ് ഇൻബിൽഡ് തന്നെ വരുന്നത്.
പിന്നെ ഇതിൻ്റെ ലോക്കിങ്ങിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഡബിൾ ഡീറിംഗ് ആണ്, ക്ലിപ്പ് ലോക്ക് അല്ല, ഡബിൾ ഡീറിംഗ് ആണ് ലോക്കിങ് വരുന്നത്. ക്ലിപ്പ് ലോക്ക്സ് അല്ല ഇതിന് വരുന്നവർക്ക് ഡബിൾ ഡീറിംഗ് ആണ്. ഇതൊക്കെയാണ് ബേസിക്കലി നമുക്ക് ഇതിൻ്റെ പെട്ടെന്നുള്ള ഫീച്ചേഴ്സ് പറയുമ്പോൾ. ഈ പ്രൈസ് റേഞ്ചിലും ഇത് കൊള്ളാം, എന്ന് വെച്ചാൽ നല്ല നല്ല ഗ്രാഫിക്സ്, 6 ഗ്രാഫിക്സ് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് അവർക്ക് റീസെൻറ്റ്. ഈ നെക്സ്റ്റ് മോഡൽ വരാൻ നേരത്ത് അതിൻ്റെ തൊട്ട് പൊക്കത്തെ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വരുന്നത് 4750 LS2 എന്ന് പറഞ്ഞ ബ്രാൻഡിലുള്ള ഒരു മോഡലാണ് വരുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് നോക്കാം. അത് ഹെൽമെറ്റ് വരാൻ നേരത്ത് നമുക്ക് സർട്ടിഫിക്കേഷൻ വരുമ്പോൾ EC സർട്ടിഫൈഡ് ആണ്. 1350 1400 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്, ഹെൽമെറ്റിൻ്റെ വെയിറ്റ് വരുന്നത്. നമുക്ക് പിന്നെ ഇൻബിൽഡ് ഇതിൻ്റെ വൈസറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇൻബിൽഡ് നമുക്ക് ബ്ലാക്ക് വൈസറാണ്. ഇൻബിൽഡ് തന്നെ നമുക്ക് ഹെൽമെറ്റ് വാങ്ങുമ്പോൾ തന്നെ കിട്ടുന്നത് ബ്ലാക്ക് വൈസറാണ്, പ്ലെയിൻ വൈസറല്ല, ബ്ലാക്ക് വൈസറാണ് കിട്ടുന്നത്. പിന്നെ ഹെൽമെറ്റിൻ്റെ സർട്ടിഫിക്കേഷൻ EC സർട്ടിഫൈഡ് ആണ്. അതുകൂടാണ്ട് ഷാർപ്പ് റേറ്റിംഗ് കൂടി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ 5000 ബിലോയിൽ ഷാർപ്പ് റേറ്റിംഗ് ഉള്ള ഒരു ഏക ഹെൽമെറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. 5000 ബിലോ റേഞ്ചിലുള്ളത് 4 സ്റ്റാർ റേറ്റഡ് ഷാർപ്പ് റേറ്റിംഗ് ആണ് ഹെൽമെറ്റിന് വരുന്നത്. ഷാർപ്പ് റേറ്റഡ് ഹെൽമെറ്റാണ്. പിന്നെ വരുന്നത് നമുക്ക് ഹെൽമെറ്റിൻ്റെ ഷേപ്പ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഷേപ്പാണ്. നേരത്തോട്ടുള്ള മോഡലാണ് ഇവരുടേത്. അത്യാവശ്യം നല്ല ഷേപ്പ് തന്നെയാണ്. ഫ്രണ്ടിലും സെൻട്രൽ എയർ വെൻറ്റ് വരുന്നുണ്ട്. അങ്ങനെ സിംഗിൾ എയർ വെൻറ്റ്സ് ആണ് ഫുൾ വരുന്നത്. ബാക്കിലാണെങ്കിലും സിംഗിളാണ് ഔട്ട് വരുന്നത്, എയർ ഔട്ട് വരുന്നത്. അത്യാവശ്യം നല്ല മോഡലാണ്. നമുക്കിത് ഇൻബിൽഡായിട്ട് തന്നെ ബ്ലാക്ക് ഗ്ലാസ്സിലുണ്ട്. അത്യാവശ്യം നല്ല മോഡലാണ്. വെച്ചാൽ കൂടുതൽ ആൾക്കാരും ഹെൽമെറ്റ് സെപ്പറേറ്റ് എടുക്കുമ്പോൾ കൂടുതൽ ആൾക്കാരും വൈസർ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യാറുണ്ട്. അത് എക്സ്ട്രാ ഒരു കോസ്റ്റിലേക്കാണ്. പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ വൈസർ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻബിൽഡ് തന്നെ ബ്ലാക്ക് ഗ്ലാസ് ഉള്ളതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ ലോക്കിംഗ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിപ്പ് ലോക്കാണ്, ഡബിൾ ഡീറിംഗ് അല്ല, ക്ലിപ്പ് ലോക്കിംഗ് ആണ് വരുന്നത്. ഡബിൾ ഡീറിംഗ് അല്ല ഒരു ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കുഷ്യൻസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല സോഫ്റ്റ് കുഷ്യൻസ് ആണ് മോഡലിൽ വരുന്നത്. ഇതാകുമ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മോഡൽസ് തൊട്ട് എല്ലാ മോഡൽസും ഈ 4000 to 5000 ഉള്ള മോഡൽസിലും എല്ലാത്തിലും നമുക്ക് കുഷ്യൻസ് റിമൂവബിളാണ്. റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തേൽ നമ്മൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം വെച്ചാൽ നമുക്ക് ഹെൽമെറ്റ് സ്പ്രേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് നമ്മൾ ഹെൽമെറ്റിൽ റിമൂവ് ചെയ്യേണ്ട തന്നെ ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് വൈപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഓൾറെഡി ചെയ്തേക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ 4 മോഡൽസ് പരിചയപ്പെട്ടു. ഇതിൻ്റെ തൊട്ട് പൊക്കത്തെ മോഡലിന് വരുന്നത് NHK എന്ന ബ്രാൻഡാണ്. അതിൻ്റെ 4900 ഒരു മോഡലാണ് വരുന്നത്. അത് ജസ്റ്റ് നമുക്ക് നോക്കാം അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. NHKയുടെ GP1000 എന്ന് പറഞ്ഞ സീരീസാണിത്. ഇതല്ല അവരുടെ സ്റ്റാർട്ടിംഗ് മോഡൽ. അവരുടെ സ്റ്റാർട്ടിംഗ് മോഡൽ 4200 തൊട്ട് അവരുടെ സ്റ്റാർട്ടിംഗ് മോഡലുണ്ട്. റേസ് പ്രോ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ GP1000 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 4900 പ്രൈസ് റേഞ്ച് വരുന്നത്. ഇതിന് നമ്മൾ പെട്ടെന്ന് നോക്കാൻ നേരത്ത് വൈസർ ഇൻബിൽഡ് ബ്ലാക്കാണ്, ബ്ലാക്ക് വൈസറാണ് ഇൻബിൽഡ് വരുന്നത്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഇന്നർ വൈസർ അവൈലബിൾ ആണ്. ഉള്ളിൽ ഇന്നർ വൈസറും സെപ്പറേറ്റ് അവൈലബിൾ ആണ്. ബ്ലാക്ക് വൈസർ ഇൻബിൽഡ് വരുന്ന കൂടാണ്ട് സെപ്പറേറ്റ് ഇന്നർ വൈസർ അവൈലബിൾ ആണ്. പിന്നെ ഈ മോഡൽ നമ്മൾ നോക്കാൻ നേരത്ത് ആൻറ്റി ഫോഗ് ഇൻബിൽഡ് ഉണ്ടാവില്ല, നമുക്ക് സെപ്പറേറ്റ് വാങ്ങിച്ചിടാം. അതിന് പിൻ ലോക്ക് അവൈലബിൾ ആണ്, സെപ്പറേറ്റ് നമുക്ക് വാങ്ങിച്ചിടാമെന്നുള്ളൂ. പിന്നെ എൻ്റെ എയർ വെൻസും അങ്ങനെ ഫ്രണ്ടിൽ ഇത്തിരി കൂടുതൽ എയർ വെൻസ് ഉണ്ടെന്ന് പറയാം. സെൻട്രലുണ്ട്, 2 കോർണറിലും ഒരു എയർ വെൻസ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അവർ. ബാക്ക് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിലും പുറകിലും എയർ ഔട്ട് ചെയ്യാൻ 2 ഓപ്ഷൻസ് ആണ് അവർ, 2 സ്പോട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിൽ അതുകൂടാണ്ട് റിഫ്ലക്റ്റീവ്സ് അവൈലബിൾ ആണ്. നമുക്ക് എക്സ്ട്രാ നമുക്ക് ഇതിനൊരു റിഫ്ലക്റ്റീവ് അവൈലബിൾ ആണ് ബാക്ക് സൈഡിൽ. നമ്മളിതിൻ്റെ സർട്ടിഫിക്കേഷൻ നോക്കാൻ നേരത്ത് .SNI അങ്ങനെ 2 സർട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. .SNI 2 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. SNI എന്ന് പറയുമ്പോൾ ഇൻഡോനേഷ്യൻ ലോക്കൽ സർട്ടിഫിക്കേഷനാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ലോക്കിംഗ് നമ്മൾ നോക്കാൻ നേരത്തെ ലോക്കിംഗ് ഡബിൾ ഡീറിംഗ് ആണ്. നമുക്ക് ക്ലിപ്പ് ലോക്ക് അല്ല, ഡബിൾ ഡീറിംഗ് ആണ് ലോക്കിംഗ് വരുന്നത്. NHKയുടെ മോഡൽസ് എല്ലാം പ്രസൻ്റ്ലി ഇപ്പോൾ ഡബിൾ ഡീറിംഗ് ആണ്. പിന്നെ ഫോമിംഗ് ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫോമിംഗ് ആണ് മോഡൽ വരുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ബേസിക്കലുള്ള ഫീച്ചേഴ്സ് വരുന്നത്.